നമസ്തേ. ജനഡിബേറ്റ് തുടങ്ങുകയാണ്. സമീപകാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളിലെല്ലാം പ്രകടമാകുന്നത് തികഞ്ഞ രാജ്യവിരുദ്ധതയാണ്. രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിലകൊള്ളുകയെന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടോ? വിദേശ രാജ്യങ്ങളിൽ ചെന്ന് രാജ്യവിരുദ്ധത വിളമ്പുന്ന രാഹുൽ സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുകയാണ്. ഗുരുദ്വാരകളെ ചൊല്ലി അസത്യ പ്രസ്താവന നടത്തി ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് ആയുധം നൽകുകയാണ്. പഹൽഗാം വിഷയത്തിൽ ഭാരതം ഒറ്റക്കെട്ടല്ലെന്ന സന്ദേശം പാകിസ്ഥാന് നൽകുകയാണ് കോൺഗ്രസ്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും പാക് അനുകൂലികളെ. കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയ ശശി തരൂരിനോട് ഹൈക്കമാൻഡിന് ഇത്ര അസഹിഷ്ണുതയെന്ത്? രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ പറയുമ്പോൾ അതിന് മാനങ്ങളേറെയാണ്. ജനഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. രാജ്യവിരുദ്ധർക്ക് കുടപിടിക്കുന്നു കോൺഗ്രസ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി PR ശിവശങ്കർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P അനിൽകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ B റെജി എന്നിവരാണ്. രാജ്യവിരുദ്ധർക്ക് കോൺഗ്രസ് കുടപിടിക്കുന്നു എന്ന ആദ്യ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ആദ്യം നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സാർ, ഈ സമീപകാലത്ത് കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങളിലെല്ലാം ഒരു തരത്തിൽ രാജ്യവിരുദ്ധത, രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുക, അന്തർദേശീയ രംഗങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ പോയി രാജ്യത്തെ അപമാനിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ രാജ്യവിരുദ്ധർക്ക് മുഴുവൻ വലിയ ആയുധം കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണോ? അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണോ നമ്മളിപ്പോൾ ശശി തരൂരിൻ്റെ വിഷയത്തിൽ കാണുന്നത്? സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ലക്ഷ്യബോധങ്ങളും നശിച്ച രീതിയിലാണ് അതിൻ്റെ പെരുമാറ്റ രീതി. പ്രത്യേകിച്ചും പാകിസ്ഥാനിലുണ്ടായ സംഭവങ്ങൾ, അസൗകര്യം നേരിടുന്ന അവസരത്തിൽ ആശയ സംഘടനത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന പാർട്ടി ഗതികേട് കൊണ്ട് പലതും വിളിച്ചു പറയണം. ഏറ്റവും ആദ്യത്തെ പ്രതികരണം ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞത് രഹസ്യാന്വേഷണ വിഭാഗം പരാജയപ്പെട്ടു. രണ്ടാമത് പറഞ്ഞത് പാർലമെൻറ്റ് ചർച്ച ചെയ്താലേ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാർലമെൻറ്റിനെ വിളിക്കണം. ശ്രീ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ വരെ ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്ന് മറ്റും പ്രസ്താവിച്ചു. ഇത് ആ പാർട്ടിയുടെ ഗതികേടിൻ്റെ സൂചനയാണ്. ഞാനതിനെ ഒരു പാർട്ടി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഗെറ്റ് ടുഗദറാണ്. ഒരുപാട് വിവിധ ആശയങ്ങളും പ്രവർത്തന ശൈലിയുമുള്ള ഒരു ഗ്രൂപ്പ് ഒരു പാർട്ടി എന്ന് വിളിച്ച് നടക്കുകയാണ്. പാർട്ടി അല്ലാതെ ആ പാർട്ടിയിൽ യാതൊരു അച്ചടക്കവുമില്ല, ഒരു ലക്ഷ്യബോധവുമില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തെപ്പറ്റി മോശമായി സംസാരിക്കുകയും ചൈനയെ പ്രകീർത്തിക്കുകയും പാകിസ്ഥാൻ്റെ കയ്യിൽ ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഈ പാർട്ടി അടുത്ത കാലത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു. ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾ വിസ്മരിച്ചിട്ടില്ല. സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിലെ ലോക്സഭയിൽ നിശിതമായി കോൺഗ്രസ് സർക്കാരിനെ എപ്പോഴും വിമർശിച്ച് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ദുർഗ എന്ന് പ്രകീർത്തിച്ചു. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം. ഇവിടെ രാജ്യത്തിൻ്റെ താല്പര്യം വരുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരിതാണ് അന്ന് കണ്ടത്. അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭീമമായ നഷ്ടമുണ്ടായി. അത് വിസ്മരിച്ചിട്ട് പോലും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ 71 യുദ്ധകാലത്ത് സമ്പൂർണമായ സഹായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷിഭേദമന്യേ നൽകിയുണ്ടായി. ഈ പാരമ്പര്യം എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുടരാത്തത്? മറിച്ച് പ്രീണനത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക
മതവിഭാഗത്തെ മുഷിപ്പിക്കുമോ എന്ന ഭയം കൊണ്ടും അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ടും പെരുമാറുന്ന പോലെയാണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്ദേ മാതരം പാടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒവൈസി വരെ പരിപൂർണമായും രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും പാകിസ്ഥാൻ മതഭീകരതയാണ് കാണിക്കുന്നതെന്ന് ധൈര്യമായിട്ട് പ്രസംഗിക്കുകയും അദ്ദേഹത്തെ ഏത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാവുന്ന ഏത് സംഘത്തിലും ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ മുസ്ലിം നേതാവ് സാൽമൺ ഖുർഷീദ് അദ്ദേഹം ഇതേ സ്ഥലത്ത് സംസാരിച്ചു. പാകിസ്ഥാൻ നടത്തുന്നത് മതഭീകരതയാണ്, നമുക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ രാഷ്ട്രീയമായ ഗതികേടുകൊണ്ട് മാത്രമല്ല, നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഇപ്പം കേരളത്തിലെല്ലാവർക്കും അറിയാം ആ പാർട്ടി നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഔദാര്യത്തിലാണ്. ഉത്തർപ്രദേശിൽ അത് നിലനിൽക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ പിൻബലത്തിലാണ്, സൗജന്യത്തിലാണ്. നെഹ്റു കുടുംബത്തിന് 2 പാർലമെൻറ്റ് മെമ്പർമാരെ സൗജന്യമായി സംഭാവന ചെയ്ത പാർട്ടിയാണ് പാകിസ്ഥാൻ്റെ സ്ഥാപക പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് നമ്മൾ വിസ്മരിക്കരുത്. ഒരു പക്ഷേ ആ കടപ്പാട് കൊണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു നിലപാട് ഗതികേടുകൊണ്ട് എടുക്കുന്നത്. ധൈര്യമായൊരു നിലപാടെടുക്കാൻ ആ പാർട്ടിക്ക് ശക്തി ശോഷിച്ചു പോയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരെ വളരെ ഭയന്നിട്ടും സംശയിച്ചിട്ടും അറച്ചിട്ടുമാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ശക്തമായൊരു പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതാക്കന്മാരുടെ യോഗം കഴിഞ്ഞ ശേഷം ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നടപടികളെ പരിപൂർണമായും പിന്തുണയ്ക്കുന്നു. ആ ഒരു ചങ്കൂറ്റം പോലും ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? വളരെ ദയനീയമായൊരവസ്ഥയിലാണ് അവരുടെ നിലപാടുകൾ. ഇപ്പോൾ അവർ വിസ്മരിക്കുന്നു. വിദേശത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നെങ്കിൽ തീർച്ചയായും രാഷ്ട്രപതിയുടെ അനുമതി വേണം. ഈ രാജ്യത്തെ ഏതൊരു മന്ത്രിയും വിദേശത്ത് പോകാൻ രാഷ്ട്രപതിയുടെ അനുമതി വേണം. സമീപകാലത്ത് കേരളത്തിലൊരു മന്ത്രിക്ക് അനുമതി കൊടുത്തില്ല. ഇതിനു മുമ്പ് പല ഹൈക്കോടതി ജഡ്ജിമാരും വിദേശയാത്രയ്ക്ക് ചോദിച്ച് അനുവാദം അത് തക്കതായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് നിശ്ചയിക്കുന്ന രാഷ്ട്രപതിയുടെ അനുവാദത്തോടുകൂടി. ഇവിടെ രാഷ്ട്രീയത്തിന് എന്താ പ്രസക്തി? രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറുള്ള ആളുകളെ കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുക്കുമ്പോൾ അത് പറ്റില്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്ന എന്ന് പറയാനുള്ള ഔദ്ധ്യം അവിവേകം കൊണ്ട് മാത്രമല്ല വിവരക്കേട് കൊണ്ടും എന്നുകൂടി വിമർശിക്കേണ്ടത്. അല്ലെങ്കിൽ അല്പത്തരം കൊണ്ട്, അല്ലെങ്കിൽ നിസ്സാരമായ രാഷ്ട്രീയ ലാഭം. ഏത് നിലക്കാണെങ്കിലും ഈ നിലപാട് രാജ്യവിരുദ്ധമാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ ഒരു ആയുധം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ വിദേശത്ത് പോയി പ്രചരണം നടത്തുന്ന കാര്യത്തിൽ ഭീമമായ എതിരഭിപ്രായങ്ങളുണ്ട് എന്ന് ഡോണിലോ അല്ലെങ്കിൽ ഗ്ലോബൽ ടൈംസിലോ ന്യൂസ് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. കാരണം പാകിസ്ഥാൻ അത്ര നിസ്സാവസ്ഥയിലേക്ക് കാത്തിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് പ്രതീക്ഷിച്ചല്ല. ഈ കാര്യത്തിൽ ശശി തരൂരും സാൽമൺ ഖുർഷീദിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും എടുത്ത നിലപാട് വളരെ ശ്ലാഘനീയമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് പ്രഗത്ഭന്മാരെയാണ്. ശ്രീമതി കനിമൊഴി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ്, കരുണാനിധിയുടെ മകൾ. ചതുർവേദി ശിവസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചതുർവേദി ഭംഗിയായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അതല്ലാതെ ഭാഷ പ്രാവീണ്യമില്ലാത്ത ആളുകളെ വിദേശത്തേക്ക് അയച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ അയക്കുന്നത് വിഡ്ഢിത്തരമല്ലേ? അതാത് രംഗത്തെ കഴിവുള്ള ആളുകളെല്ലാം അയക്കേണ്ടത്. ആ മാനദണ്ഡത്തിലാണ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് നിർദ്ദേശിച്ച 2 പേര് കാര്യമായ എതിർപ്പുണ്ട്. ഒന്ന് ഗോഗോയ്,
ഗോഗായിയുടെ ഭാര്യ പാകിസ്ഥാനിലെ ഒരു NGO-വുമായിട്ട് ബന്ധമുണ്ടെന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അതെ സർ, അത്തരം കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ചയ്ക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം.